ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് അടിപൊളിയായിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ദയവ് ചെയ്ത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് ഒരുപാട് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുകളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് അപ്രൂവൽ ലഭിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ്. നമുക്ക് ക്വിക്ക് അപ്രൂവൽ ലഭിക്കുന്ന ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് ഒരുപാട് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ്. അതിൽ കുറേ ആപ്ലിക്കേഷൻ ഫേക്ക് ഉണ്ട്, അതേപോലെ തന്നെ കുറേ ആപ്ലിക്കേഷൻ നല്ലതുമുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് ബി പേഴ്സണൽ ലോൺസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്, ക്രെഡിറ്റ് ബി പേഴ്സണൽ ലോൺസ് എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടൊക്കെ ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലോൺ ആപ്ലിക്കേഷൻ തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ MBFC വഴിയാണ് നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് നിരവധി ലോണുകൾ അവൈലബിൾ ആണെന്നുള്ളതാണ് ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിൽ നിന്ന് പേഴ്സണൽ ലോൺ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് ഇവർ ലോൺ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ 2 വീലർ വെഹിക്കിൾ ലോണുകൾ ഇവർ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ ലോണുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും. അപ്പോൾ പിന്നെ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കുവാൻ 1-2 എലിജിബിലിറ്റികളുണ്ട്. അത് എന്താണെന്നാണ് ഇനി ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളായിരിക്കണം എന്ന് ഉള്ളതാണ്. ലോണിന് അപ്ലൈ ചെയ്യുന്ന ആൾ തികച്ചും ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലോണിന് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് 21 വയസ്സോ അതിനോ മുകളിലോ ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, നമുക്ക് മാസ വരുമാനം ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ആവശ്യമായ ഡോക്യുമെൻസുകൾ എന്ന് പറയുന്നത്, നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പർ വേണം. അതേപോലെ തന്നെ ആധാർ കാർഡിൻ്റെ പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഇവരൊരു എക്സാമ്പിൾ ലോണിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഇവരിൽ നിന്ന്, ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് നമ്മൾ 1 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ലോണിന് കാലാവധി ലഭിക്കുക 18 മാസം വരെയാണ് മാക്സിമം നമുക്ക് കാലാവധി ലഭിക്കുക. അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 23% വരിക. അതേപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുന്ന എമൗണ്ടിൻ്റെ 4% നമുക്ക് പ്രോസസ്സിംഗ് ഫീ വരിക. അതായത് ഇപ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 4000 രൂപയാണ് വരിക. അതേപോലെ തന്നെ GST പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞിട്ട് 720 രൂപ വരുന്നുണ്ട്. ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 19,189 രൂപയാണ് നമുക്ക് വരിക. അതേപോലെ തന്നെ EMI ലഭിക്കുക നമുക്ക് 6,621 രൂപ വെച്ച് നമ്മൾ ഈ 18 മാസവും തിരിച്ചടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 95,270 രൂപയാണ്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നത് 1,19,189 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ തികച്ചും ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ് ഈ ക്രെഡിറ്റ് ബി പേഴ്സണൽ ലോൺസ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ ഹെഡ് ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് ബാംഗ്ലൂരു, കർണാടകയിലാണ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ് ഈ ക്രെഡിറ്റ് ബി പേഴ്സണൽ ലോൺസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഈ വീഡിയോയിലും അത് ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ലോണിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലോണിന് ശ്രമിക്കുക. വെറുതെ കയറി ആരും ഇതേപോലുള്ള ആപ്ലിക്കേഷനുകളിൽ കയറി ലോണിന് ശ്രമിക്കരുത്. അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനുകളിൽ കയറി ലോണിന് ട്രൈ ചെയ്യാവൂ. ഇത് എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ തികച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.